ഓരോ സ്ഥലങ്ങളിലേക്കും ചെന്നൈ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തു. ഇനി പോകേണ്ടത് ഗവൺമെൻറ് മ്യൂസിയം ചെന്നൈ, അല്ലെങ്കിൽ മദ്രാസ് മ്യൂസിയം. ചെന്നൈയിലെ എഗ്മോറിന് സമീപമുള്ള ഈ മ്യൂസിയം മനുഷ്യചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കഥകൾ പറഞ്ഞു തരുന്നു. ഓട്ടോക്കാരനെ വിളിച്ച് വാടക ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോയി. മുടിഞ്ഞ വാടകയാണ്. നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബസ്സുണ്ട്, പക്ഷേ സമയം എത്ര നമ്പർ ബസ്സാണ് ഒന്നും അറിയില്ല. മാത്രമല്ല 2 ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ടു തീർക്കണം. അതുകൊണ്ട് തന്നെ ഓട്ടോ തന്നെ ശരണം. 1851 ആരംഭിച്ച മ്യൂസിയം കൊൽക്കത്തയിലെ ഇന്ത്യൻ മ്യൂസിയം കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള 2ാമത്തെ മ്യൂസിയമാണ്. ഇത് പുരാവസ്തു നാണയശേഖരങ്ങളാൽ സമ്പന്നമാണ്. യൂറോപ്പിന് പുറത്ത് റോമൻ പുരാവസ്തുക്കളുടെ ഏറ്റവും വലിയ ശേഖരം കൂടിയാണ് ഇവിടെ ഉള്ളത്. അവയിൽ ഭീമാകാരമായ മ്യൂസിയം തിയേറ്റർ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. നാഷണൽ ആർട്ട് ഗാലറിയും മ്യൂസിയവും പരിസരത്തുണ്ട്. ഇന്തോ സാരാസൈനിക് ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇവിടെ രാജ രവിവർമ്മയുടേതുൾപ്പെടെ പ്രശസ്തരായ കലാകാരന്മാരുടെ പെയിൻറ്റിങ്ങുകൾ എല്ലാമുണ്ട്. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ വെങ്കല വിഗ്രഹങ്ങളുടെ ശേഖരം ഇവിടെയാണ്. അവയിൽ 500 BC 1000 മുതലുള്ളതാണ്. ന്യൂമിസ്മാറ്റിക് മെമ്പറും ചരിത്രശേഖരങ്ങളുടെ കാവൽക്കാരനുമായ ഹമീദ് പൈക്കയുടെ കൈവശമുള്ളതിനേക്കാൾ പഴക്കമുള്ള നാണയങ്ങളൊന്നും അവിടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ സന്തോഷവും ആശ്ചര്യവും തോന്നി. പാൻതിയോൺ സമുച്ചയം അല്ലെങ്കിൽ പൊതു അസംബ്ലി മുറികൾ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 6 കെട്ടിടങ്ങളും 46 ഗാലറികളും അടങ്ങുന്ന മ്യൂസിയം പുരാവസ്തു നാണയശാസ്ത്രം, സുവോളജി, പ്രകൃതിചരിത്രം, ശില്പങ്ങൾ, താളിയോല, കയ്യെഴുത്തുപ്രതികൾ, അമരാവതി പെയിൻറ്റിങ്ങുകൾ എന്നിവയുൾപ്പെട്ടതാണ്. കുറച്ച് ചിത്രങ്ങൾ പകർത്തി അവിടെ നിന്ന് നേരെ പോയത് ചെന്നൈയിലെ പ്രശസ്തമായ 1000 വിളക്ക് പള്ളിയിലേക്കാണ്. ഇതൊരു ഷിയാ പള്ളിയാണ്. അണ്ണാശാലയിലുള്ള ഒരു മൾട്ടി ഡോം മുസ്ലിം പള്ളിയാണ്. ഷിയാ മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്. എന്തായാലും ഒന്ന് കാണണമെന്ന് തോന്നി വണ്ടിയിൽ കയറി. അവിടെ എത്തിയപ്പോൾ വലിയ ആളുകളൊന്നും പുറത്തുണ്ടായിരുന്നില്ല. പുറത്തൊരാൾ സർബത്ത് ഉണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ അകത്തേക്ക് കയറി. 1000 വിളക്കൊന്നും അവിടെ കണ്ടില്ല, പക്ഷേ പണ്ട് കാലത്തുണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ ആൾ ഞങ്ങളോട് പറഞ്ഞത്. 1810 ആർക്കോട്ട് നവാബ് ഉദ്ദം തുഹുൽ ഉമറയാണ് ഈ മസ്ജിദ് നിർമ്മിച്ചത്. മനോഹരമായ മിനാരങ്ങളും കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ച പള്ളിയുടെ അകവും ഞങ്ങൾ നടന്നു കണ്ടു. മധ്യകാല വാസ്തുവിദ്യയിലാണ് ഇത് നിർമ്മിച്ചത്. മസ്ജിദിൻ്റെ സ്ഥലം മുമ്പ് ഒരു അസംബ്ലി ഹാൾ കൈവശപ്പെടുത്തിയിരുന്നു. അസംബ്ലി ഹാൾ പ്രകാശിപ്പിക്കാൻ 1000 എണ്ണ വിളക്കുകൾ കത്തിക്കുന്ന ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. ഈ പാരമ്പര്യത്തിൽ നിന്നാണ് പള്ളിക്ക് ഈ പേര് ലഭിച്ചതെന്നാണ് ചരിത്രം. ഉച്ചവെയിലിൻ്റെ കാഠിന്യം കൂടി വരികയാണ്. വിശക്കാനും തുടങ്ങി. നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലത്തേക്ക് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ചാർമിനാർ ബിരിയാണി എന്ന കടയുടെ മുൻവശം ഓട്ടോ നിന്നു. നല്ല തിരക്കാണ്. കൂടുതലും പാർസൽ വാങ്ങുന്നവരാണ്. 10 മിനിറ്റ് കൊണ്ട് ഒരു വലിയ ചെമ്പ് ബിരിയാണി തീർന്നു. വീണ്ടും ചെമ്പ് ദം പൊട്ടിച്ചു. ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നാടൻ കോഴി ബിരിയാണിയാണ്. മട്ടനും കിട്ടും. ഏതായാലും ഞങ്ങൾ കോഴി ബിരിയാണി ഓർഡർ ചെയ്തു. വെറും 120 രൂപയ്ക്ക് 2 പേർക്ക് നന്നായി കഴിക്കാം. നല്ല അടിപൊളി ചാർമിനാർ ബിരിയാണി. ഓട്ടോ വീണ്ടും ഞരങ്ങി. ഒരു ലസ്സിക്കടയുടെ മുന്നിൽ നിന്നു. അവിടെയും തിരക്കാണ്. ഓട്ടോക്കാരൻ തന്നെ ഒരു സ്പെഷ്യൽ ഓർഡർ ചെയ്തു. മച്ചാനെ, ഒരു 1.5 ലസ്സി. ഇത്രയും ടേസ്റ്റുള്ള ലസ്സി ഞാൻ മുമ്പ് കുടിച്ചിട്ടേയില്ല. എല്ലാവർക്കും ഇഷ്ടമായി. അടുത്ത കടയിൽ നിന്നൊരു തമിഴ് പാട്ട് ഒഴുകി വരികയാണ്. വീരമണിയുടെ പാട്ടായിരുന്നു അത്. തമിഴൻ്റെ മുഖമുദ്ര സ്നേഹവും സങ്കടവും കോപവും സന്തോഷവുമെല്ലാം ഒതുക്കി വയ്ക്കില്ല, തുറന്നങ്ങ് പ്രകടിപ്പിക്കും. ഭക്തിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. അത്തരമൊരു പാട്ടായിരുന്നു ഞങ്ങൾ കേട്ടത്. ഇനി ഏതായാലും ഒന്ന് വിശ്രമിക്കാമെന്ന് തീരുമാനിച്ച് നേരെ റൂമിലേക്ക്. തലങ്ങും വിലങ്ങും പായുന്ന ഓട്ടോകളും അതിനിടയിലൂടെ കൈവണ്ടിക്കാരനും സൈക്കിൾ റിക്ഷയും മറ്റു വാഹനങ്ങളും എല്ലാം കൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കുകയാണ് ഈ മഹാനഗരം.